ഹേ ഗൈസ്, അപ്പോൾ നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. അതായത് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹഗ്ഗാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹഗ്. അതായത് ഞാൻ ചിലതൊക്കെ വായിച്ചിട്ട് ഞാനത് ചിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതായത് നമുക്ക് സ്ട്രൈറ്റ് നമ്മുടെ കണ്ടൻറ്റിലേക്ക് ഇറങ്ങാം. അതായത് എങ്ങനെ കെട്ടിപ്പിടിക്കാം, ഇതിനെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. അതായത് നമ്പർ 1 വള്ളിപ്പടർ, നമ്പർ 2 ക്ലൈംബിംഗ് ഹഗ്, നമ്പർ 3 പറയുന്നതിന് മുമ്പ് നമുക്ക് ഇത് രണ്ടും പറഞ്ഞു തീർക്കാം. ഓക്കെ, അപ്പോൾ ഒരു വള്ളിപ്പടർപ്പ് പോലെ എങ്ങനെ കെട്ടിപ്പിടിക്കാം? ഒരു സ്ത്രീ വള്ളി ചുറ്റും പോലെ പുരുഷനിൽ പടർന്നു കയറി പറ്റിപ്പിടിച്ച് അവനെ ചുംബിക്കാനുള്ള ആഗ്രഹത്തോടെ അവൻ്റെ തല തൻ്റെ അടുത്തേക്ക് താഴ്ത്തുകയും സുത് എന്ന ശബ്ദം ചെറുതായി ഉണ്ടാകുകയും അവനെ ആലിംഗനം ചെയ്യുകയും അവനെ സ്നേഹത്തോടെ നോക്കുകയും ചെയ്യുമ്പോൾ വള്ളിക്കെട്ട് പടർപ്പ് പോലുള്ള ഹഗ്ഗായി. അപ്പോൾ അതാണ് വള്ളിക്കെട്ട് പോലത്തെ ഹഗ്ഗ്. ഓക്കെ, നെക്സ്റ്റ് ക്ലൈംബിംഗ് ഹഗ്ഗ്. ഇതിനായി പുരുഷൻ എണീറ്റ് നിൽക്കുകയും, അതായത് പുരുഷൻ എണീറ്റ് നിൽക്കുന്നു, അവൻ്റെ ഒരു കാല് ഒക്കെ എവിടെയും വെക്കുന്നു. സ്ത്രീ മറ്റൊരു കാലിൽ ഒരു മരത്തെ കയറുന്ന പോലെ ചവിട്ടി ഈ പുരുഷൻ്റെ തുടയുടെ മുകളിൽ വെച്ച് അവനെ തോളിലും അതുപോലെ തന്നെ ഇടുപ്പിലും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്നതാണ് ക്ലൈംബിംഗ് ഹഗ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, നിങ്ങളേതായാലും ട്രൈ ചെയ്ത് നോക്കും, കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ക്ലൈംബിംഗ് ഹഗ്. പിന്നീട് വരുന്നതാണ് എള്ളും അരിയും പോലെ. ഇത് നായികയും നായകനും കട്ടിലിൽ കിടന്ന് പരസ്പരം കെട്ടിപ്പിടിക്കുമ്പോൾ ഒരാളുടെ കൈകളും തുടകളും മറ്റേയാളുടെ കൈകളാലും തുടകളാലും ചുറ്റപ്പെടുകയും അവ പരസ്പരം ഉരസുകയും ചെയ്യുന്നു. ഇതിനെ എള്ളും അരിയും ചേർന്ന മിശ്രിതം പോലെ ആലിംഗനം എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? അതായത് ഹഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് പലരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹഗ്ഗിനെ പറ്റി വലിയ ധാരണയില്ല. പലരും വിചാരിച്ച് വെച്ചേക്കുന്ന ഹഗ്ഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് മാത്രമാണെന്നാണ്. പക്ഷെ അതല്ല. നമ്മളെ എന്നാ പറയുക, ഇത് ഇങ്ങനെ വെച്ചെന്ന് വെച്ചു, ഇതിലും ഒരു ഹഗ്ഗുണ്ട്. അതായത് സ്പർശനം. ആ ഒരു സ്പർശനത്തെയാണ് നമ്മൾ ഹഗ്ഗ് എന്ന് പറയുന്നത്. ആ ഒരു ചൂടും അതുപോലെ തന്നെ പ്രഷറും എല്ലാം ചേരുമ്പോഴത്തേനും അതൊരു ഹഗ്ഗായിട്ട് മാറുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നായികയും നായകനും കട്ടിൽ കിടന്ന്, അത് ഞാൻ പറഞ്ഞല്ലോ, എള്ളും അരിയും പോലുള്ള ഹഗ്ഗ്. ഇനിയാണ് പാലും വെള്ളവും പോലുള്ള ഹഗ്ഗ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡാർക്കാണ്. അതായത് പരിക്കുകൾ അവഗണിച്ച് സെക്സിൽ ഏർപ്പെടുമ്പോൾ ഈ 3, 4, അതായത് ഇപ്പോൾ പറഞ്ഞതും അതുപോലെ തന്നെ ഇനി പറയുന്ന പാലും വെള്ളവും പോലുള്ള ഇത് രണ്ടാം